ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 2 സയൻസ് ഓപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അതാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കോഡ് സി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ എന്താണ്. ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ എത്രയും വേഗം തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നമ്മൾ ആപ്പിലും യൂട്യൂബിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഗണിതവുമായി ബന്ധപ്പെട്ട പ്രക്രിയാശേഷി അല്ലാത്തത് ഏത്? നിരീക്ഷിക്കൽ, താല്പര്യം പ്രകടിപ്പിക്കൽ, പട്ടികപ്പെടുത്തൽ, സാമാന്യവത്കരിക്കൽ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഗണിതവുമായിട്ട് ബന്ധമില്ലാത്ത പ്രക്രിയാശേഷി ഏതാണ്? ബന്ധപ്പെട്ട പ്രക്രിയാശേഷി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? താല്പര്യം പ്രകടിപ്പിക്കൽ. അപ്പൊ 31ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 32. പെയിന്റ് ചെയ്ത ഒരു സമചതുര കട്ട 27 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 2 മുഖത്ത് മാത്രം പെയിന്റ് ഉള്ള എത്ര ചെറിയ സമചതുര കട്ടകൾ ഉണ്ടാകും? എത്ര വരും ഉത്തരം? ഉത്തരം എന്ന് പറഞ്ഞാൽ 12 ആണ്. ഓപ്ഷൻ സി 12 ആണ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33 എന്ന് പറയുന്നത് 3/4 പ്ലസ് 4/5 പ്ലസ് 5/6ന്റെ വില ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ത് വരും? 143/60 വരും. ഓപ്ഷൻ 33യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34 ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമചതുരം എ ബി സി ഡിയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പി ക്യു ആർ എസ്. ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലം സമചതുരത്തിന്റെ എത്ര ഭാഗം വരും? അപ്പൊ ഷെയ്ഡ് ചെയ്യാത്തത് എത്ര ഭാഗം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2/3, 3/4, 4/5, 5/6. ഏതായിരിക്കും ആൻസർ വരുന്നത്? 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3/4 ആണ്. ഓക്കെ, അടുത്തത് 35ാമത്തെ ചോദ്യം. 250 രൂപയ്ക്ക് വാങ്ങിയ സാരിയുടെ പുറത്ത് ഒരു കടക്കാരൻ 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. 10% ഡിസ്കൗണ്ട് നൽകി വിൽക്കണമെങ്കിൽ സാരിയുടെ വില എത്രയെന്ന് രേഖപ്പെടുത്തണം. അപ്പൊ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം വരുന്നത് 300 രൂപയാണ്. 35ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 300 രൂപ. അടുത്തത് 36 പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂക്ലിഡിന്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏത്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, എലമെന്റ്സ്, അനന്തതയെ അറിഞ്ഞ മനുഷ്യൻ, ലീലാവതി. 4 ടെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ യൂക്ലിഡിന്റെ ടെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി എലമെന്റ്സ് ആണ് കേട്ടോ. അപ്പൊ 36ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡെസിമൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.27 ഇൻറ്റു 28 പ്ലസ് 0.9 ഇൻറ്റു 0.14 ബൈ 1.8 ഇൻറ്റു 0.7. അതിന്റെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി 0.4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 38ാമത്തെ ചോദ്യം. 1/5 പ്ലസ് 2/5 പ്ലസ് 3/5 പ്ലസ് 4/5 പ്ലസ് 5/5 എന്ന തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? അപ്പൊ എല്ലാത്തിന്റെ എന്താണ്? അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ? ഓപ്ഷൻ സി ആണ് അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം എന്ന് പറയുന്നത്. 5 ആയിട്ട് വരും ഉത്തരം. 38ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 5 ആണ്. അടുത്തത് വീണ്ടും പെഡഗോജിയിലേക്ക് പോവുകയാണ് നമ്മൾ. പഠനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിയാഷെ പ്രാധാന്യം കൊടുക്കാതിരുന്നത്. പിയാഷെ പ്രാധാന്യം നൽകാത്ത മേഖല ഏതാണ്? പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഭാഗത്തിനാണ്? പ്രബലനം, സ്വാംശീകരണം, സംസ്ഥാപനം, അസന്തുലിതാവസ്ഥ. അപ്പൊ ഇതിൽ പിയാഷെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് ആണ്. ആ ഒരു ഭാഗത്തിനാണ് പിയാഷെ അധികം ഊന്നൽ കൊടുക്കാതിരുന്നത്. അടുത്തത് വീണ്ടും ഏതാണ്? പലിശയുടെ ഒരു കണക്കാണ്. കൂട്ടുപലിശ രീതിയിൽ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ നിശ്ചിത തുക നിക്ഷേപിച്ചിട്ടുണ്ട്. 1ഉം 2ഉം വർഷങ്ങളുടെ അവസാനം പലിശ രേഖപ്പെടുത്തിയിട്ടുള്ളത് 160, 328 എന്നിങ്ങനെയാണ്. പലിശ നിരക്ക് കണക്കാക്കാൻ അല്ലെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കേണ്ടത്. ഓപ്ഷൻസ് 5%, 6%, 8%, 10% തന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ 5% ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? സമചതുരത്തിന്റെ ചുറ്റളവ് വശവുമായി നേർ അനുപാതത്തിലാണ്. സമചതുരത്തിന്റെ പരപ്പളവ് വശവുമായി നേർ അനുപാതത്തിലാണ്. വൃത്തത്തിന്റെ ചുറ്റളവ് ആരവുമായി നേർ അനുപാതത്തിലാണ്. വൃത്തത്തിന്റെ ചുറ്റളവ് വ്യാസവുമായി നേർ അനുപാതത്തിലാണ്. അപ്പൊ എന്താണ്? സമചതുരവും വൃത്തവുമാണ് തന്നിരിക്കുന്നത്. അതിന്റെ എന്താണ്? പരപ്പളവും പിന്നീട് എന്താണ്?
എന്താണ് ചുറ്റളവുമാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സമചതുരത്തിന്റെ പരപ്പളവ് വശവുമായി നേരനുപാതത്തിലാണ്. അതാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ സോറി ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. സമചതുരത്തിന്റെ പരപ്പളവ് വശവുമായി നേർ അനുപാതത്തിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ത്രികോണം ABC വരയ്ക്കാൻ സാധിക്കുന്നത് ഏതിലാണ്? അപ്പൊ നമുക്കറിയാം 3 മെഷർമെന്റ് തന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ, അതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പോ വരയ്ക്കാൻ സാധിക്കാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? 42 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, 42ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. അടുത്ത 43 ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന ആപ്ലെറ്റ്. ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന ആപ്ലെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെലസ്റ്റിയ, സൺക്ലോക്ക്, ജിയോജിബ്ര, മാർബിൾ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ആപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ജിയോജിബ്രയാണ്. ഓക്കെ, അടുത്തത് 44ാമത്തെ ചോദ്യം. ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക അപഗ്രഥനം നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യമല്ലാത്തത് ഏത്? ലക്ഷ്യമല്ലാത്തത് എപ്പോഴും ആണ്, അല്ലാത്തത് അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ആൻസറിലേക്കും എത്തിച്ചേരാനായിട്ട്. എന്താണ്? ചോദ്യ മാതൃകകൾ തീരുമാനിക്കുന്നതിന്, പ്രക്രിയാശേഷികൾ നിശ്ചയിക്കുന്നതിന്, ധാരണകൾ നേടുന്നതിന്, പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ചോദ്യ മാതൃകകൾ തീരുമാനിക്കുന്നതിന്. 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. അടുത്തത് 45. ഒരു സമ ബഹുഭുജത്തിന്റെ ഒരു ആന്തരകോണിന്റെ അളവ് 150 ഡിഗ്രിയാണ്. ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? എത്ര വശങ്ങളുണ്ട്? ഓപ്ഷൻ സി 12 വശങ്ങളുണ്ട്. ഓക്കെ, 12 വശങ്ങളുള്ള ബഹുഭുജമായിരിക്കും. ഇപ്പൊ 45ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 46. x/3 - x/2 = 1/3 + 1/2 ആയാൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ വില എത്ര വരും? ഓപ്ഷൻ ഡി -5 ആണ് എക്സിന്റെ വിലയായിട്ട് വരുന്നത്. 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 47. കുട്ടികൾ തെറ്റുകൾ കണ്ടെത്തി പരിഹാര ബോധനം നൽകണമെന്ന് നിർബന്ധിതമായി പറയുന്നത് ഏതിനു ശേഷമാണ്? സമഗ്ര മൂല്യനിർണയം, ആത്യന്തിക മൂല്യനിർണയം, സിദ്ധിശോധകം, നിദാനശോധകം. ഇപ്പൊ എന്താണ്? തെറ്റുകൾ കണ്ടെത്തി പരിഹാരം നടത്തണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എവിടെയാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. നിദാന ശോധകത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തിനാണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്? കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 47ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത 48. ഭിന്നസംഖ്യയെ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക ആദ്യം ചെയ്യേണ്ടുന്ന പ്രവർത്തനം. 1/2 + 1/3 = 2/5 അല്ല എന്ന ധാരണ നൽകുന്നു. തന്നിരിക്കുന്ന ഭിന്നങ്ങളുടെ തുല്യമായ മറ്റു ഭിന്നങ്ങൾ കണ്ടെത്തുന്നു. ഒരു വസ്തു 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനെ 2/1 എന്ന് പറയുന്നു. 2 ഭിന്നസംഖ്യകളിൽ വലുത്, ചെറുത് എന്നിവ കണ്ടെത്തുന്നു. എന്തായിരിക്കും ടീച്ചർ ആദ്യം ചെയ്യുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും. കുട്ടികളെ ഭിന്നസംഖ്യ പഠിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തു 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിനെ 2/1 എന്ന് പറയുന്നു. അതായിരിക്കും ആദ്യം കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്. ഓക്കെ, 48ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് 49ാമത്തെ ചോദ്യത്തിന്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ എൽ, എം എന്നിവയും എൻ, പി എന്നിവയും സമാന്തര വരകളാണ്. കോൺ എക്സ് എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് വരുന്നത്? കോൺ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 70 ഡിഗ്രി ആണ് വരുന്നത് അല്ലെ. ഇവിടെ 60 എന്നാണെന്ന് തോന്നുന്നു മാർക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്നുകൂടി പറയാം. അത് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അതിപ്പോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 60 ആണ്. അതെന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടേക്കുക. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 50 എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 30 കുട്ടികളുടെ പ്രായം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറെ നമ്പേഴ്സ് ആയിട്ട് ഓരോ കുട്ടികളുടെയും പ്രായമാണ് കൊടുത്തിരിക്കുന്നത്. ആവൃത്തി പട്ടിക തയ്യാറാക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ആദ്യത്തെ 2 ക്ലാസ്സുകൾ ഏത്? അപ്പം പട്ടിക തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും അനുയോജ്യമായ 2 ക്ലാസ്സുകൾ ഏതായിട്ട് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 മുതൽ 5 വയസ്സ് വരെ ഉള്ളത് അതിന്റെ ആ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്? 6 to 8ഉം 8 to 10 ആ ഒരു എന്താണ് സീരീസിലായിരിക്കും കുട്ടികൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലായിരിക്കും കുട്ടികൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51. 80% ഗാഢതയുള്ള 5 ലിറ്റർ ആസിഡ് 50% ഗാഢതയുള്ളതാക്കി മാറ്റണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം? അല്ലെ. അപ്പൊ എന്താണ്? 80% 50% ആക്കി മാറ്റുകയാണ്. അപ്പൊ നമ്മൾ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശതമാനക്കണക്കാണ്. ഉത്തരം എത്ര വരും? 51ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 3 ആണ്
വരും. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. 30 കുട്ടികളുള്ള ക്ലാസ്സിലെ കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും ചേർത്തുള്ള ശരാശരി പ്രായം 12 വയസ്സായിരുന്നു. 56-ാം വയസ്സിൽ ടീച്ചർ റിട്ടയർ ചെയ്യുകയും പകരം പുതിയ ടീച്ചർ ചുമതല ഏൽക്കുകയും ചെയ്തപ്പോൾ ശരാശരി പ്രായം 11ആയി. പുതുതായി വന്ന ടീച്ചറുടെ പ്രായം എത്ര? അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ പ്രായം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് 25ആണ്. ഓക്കെ 52ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ 25 ആണ്. അടുത്തത് 53. 500 മീറ്റർ നീളമുള്ള ട്രെയിൻ 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിന് എത്ര സമയമെടുക്കും? അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ നീളവും ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ക് ഉറപ്പായിട്ട് ചോദിക്കും അല്ലെ. എത്ര സമയം എടുക്കും? 53ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ 20 സെക്കൻഡ് ആണ്. ഓക്കെ 20 സെക്കൻഡ് എടുക്കും ട്രെയിൻ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു പോസ്റ്റ് മറികടക്കാനായിട്ട്. അടുത്തത് വീണ്ടും ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഗണിതാശയമാണ് ഈ ചിത്രത്തിൽ നിന്ന് രൂപീകരിക്കാൻ സാധിക്കുന്നത്? 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക, 1 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക, പിന്നെന്താണ് 1 മുതലുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക. ഇവയൊന്നുമല്ല. എന്തായിരിക്കും ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? 1 മുതൽ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. 54 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 55. ഒരു സാമൂഹിക ചുറ്റുപാടിൽ നടക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെയുള്ള ലക്ഷ്യബോധമുള്ള പ്രവർത്തനമാണ് പ്രൊജക്ട്. ഈ നിർവചനം നൽകിയത് ആര്? അപ്പൊ ഇങ്ങനെ പ്രൊജക്ടിന് ഒരു നിർവചനം നൽകിയത് ആരാണ്? കിൽ പാട്രിക്, ആംസ്ട്രോങ്, സ്റ്റീവൻസൺ, ജോൺ ഡൂയി. ആരാണ് ഇങ്ങനെ ഒരു നിർവചനം നൽകിയത്? കിൽ പാട്രിക് ആണ് അല്ലെ. 55ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ കിൽ പാട്രിക് ആണ്. അടുത്ത 56. എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി. ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി എന്ന് ആൻസർ വരും. ഓക്കെ 56 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 57. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം ഗണിതത്തിലെ അമൂർത്തമായ ആശയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം? പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മനോവ്യാപാര ഘട്ടം. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഗണിതം പഠിക്കാനായിട്ട് ഗണിതത്തിലെ അമൂർത്തമായ ആശയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം ഏതാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 57. ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 58. അഗെയിൻ ഒരു ഡയഗ്രാം ആണ്. ഒരു കർഷകൻ തന്റെ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്തതിന്റെ പൈ ഡയഗ്രാം ആണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥലം ഏത് വിതയ്ക്കാണ് ഉപയോഗിച്ചത്? ആ ഭാഗത്തിന്റെ ഭിന്ന രൂപം ഏത്? അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥലം എന്താണ്? നെല്ലിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മൊത്തത്തിൽ ടോട്ടൽ ഡയഗ്രത്തിന്റെ അത് എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 5/18 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 58ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 5/18 ആണ്. ഓക്കെ അടുത്ത 59ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകളുടെ ചെറു പൊതുഗുണിതവും അതായത് LCMഉം വൻ പൊതുഘടകവും HCFഉം ആ സംഖ്യയുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമല്ലാത്ത രീതി ഏത്? നിഗമന രീതി, പ്രൊജക്ട് രീതി, ആഗമന രീതി, ലബോറട്ടറി രീതി. ഏത് വരും? ആഗമന രീതിയാണ് അല്ലെ. ഇൻഡക്റ്റീവ് മെത്തേഡ്. അതിന്റെ എന്താണ് LCM HCF. ഒരു സംഖ്യയുടെ LCMഉം HCFഉം കണ്ടുപിടിക്കുമ്പോൾ ആ സംഖ്യയായിട്ടുള്ള ബന്ധം കണ്ടെത്തുന്നതിന് അനുയോജ്യമല്ലാത്ത രീതി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതിയാണ്. 59 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 60 ആണ്. മാത്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന വാചകത്തിന്റെ ബീജഗണിത രൂപം. ഒരു സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ 5 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 1 കുറച്ചതിന് തുല്യമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ആൻസർ വരുന്നത്? 2x + 5 = 3x - 1. അപ്പൊ ഇവിടെ സംഖ്യ നമ്മൾ എക്സാക്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2x + 5 = 3x - 1. 60ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ മാത്സ് നമ്മൾ ക്ലിയർ ചെയ്തു. അടുത്ത നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണ്? ജനറൽ സയൻസിലേക്ക് പോവുകയാണ്. ഓക്കെ അവിടെ 61ാമത്തെ ചോദ്യം. ഏകാത്മക മിശ്രിതം അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിച്ചള, പാല്, സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ മിശ്രിതം. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏകാത്മക മിശ്രിതം ഏതാണ്? ഓപ്ഷൻ ബി പാലാണ് അല്ലെ. പാലാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. 62ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ് രാസമാറ്റത്തിലേക്ക് നയിക്കുന്നത്? ഒരു കഷ്ണം പേപ്പർ കത്തിക്കുന്നത്, തണുത്ത ജലത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം സോഡിയം ചേർക്കുന്നത്, അല്പം കോപ്പർ ഗോൾഡിൽ കലർത്തുന്നത്, നേർപ്പിച്ച HCl ലായനിയിലേക്ക് ഒരു കഷ്ണം സിങ്ക് ചേർക്കുന്നത്.
4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? രാസമാറ്റത്തിലേക്ക് നയിക്കാത്ത. അപ്പൊ രാസമാറ്റം അല്ലെന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എന്താണ്? ഭൗതിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, അല്പം കോപ്പർ ഗോൾഡിൽ കലർത്തുന്നത്. ഓക്കെ. 63ാമത്തെ ചോദ്യം എന്താണ്? 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. അവ അപഗ്രഥിച്ച് തുടർന്ന് നൽകിയിട്ടുള്ളതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉരുക്കിനേക്കാൾ കൂടുതൽ ഉചിതമായത് പച്ചിരുമ്പാണ്. പ്രസ്താവന 2, പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ ഉയർന്ന കാന്തിക വശങ്കതയും ഉയർന്ന കാന്തിക റിറ്റന്റിവിറ്റിയും ഉണ്ട്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? 1 ശരിയാണ്, എന്താണ്? 2 തെറ്റാണ്. അല്ലെ? 1ാമത്തെ പ്രസ്താവന ശരിയാണ്, പക്ഷെ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ 63ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്തത് 64. ശരിയായ പ്രസ്താവന തിരിച്ചറിയുക. ചാലനം, സംവഹനം, വികിരണം എന്നിവയ്ക്ക് മാധ്യമത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല. വികിരണത്തിന് തന്മാത്രകളുടെ സാന്നിധ്യമോ ചലനമോ ആവശ്യമില്ല. ചാലനം നടക്കുമ്പോൾ മാധ്യമത്തിലെ തന്മാത്രകൾക്ക് സ്ഥാനാന്തര ചലനം നടക്കുന്നു. സംവഹനത്തിൽ തന്മാത്രകളുടെ സ്ഥാനാന്തര ചലനം ആവശ്യമില്ല. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അല്ലെ? വികിരണത്തിന് തന്മാത്രകളുടെ സാന്നിധ്യമോ ചലനമോ ആവശ്യമില്ല. 64ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 65. 1-2 തുള്ളി മീഥൈൽ ഓറഞ്ച് സോപ്പ് ലായനിയിൽ ചേർക്കുമ്പോൾ ലായനിയുടെ നിറം മഞ്ഞയാകുന്നതിന് കാരണം അതിന്റെ pH ഡാഷ് ആയതിനാലാണ്. pH എന്ത് സംഭവിക്കും അവിടെ? 7-നേക്കാൾ കുറവ്, 7-നേക്കാൾ കൂടുതൽ, 7-ന് തുല്യം, 0-ന് തുല്യം. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, 7-നേക്കാൾ കൂടുതൽ ആയതുകൊണ്ടാണ് അതെന്താണ് അതിന്റെ എന്താണ് നിറം മാറുന്നത്. അല്ലെ? മീഥൈൽ ഓറഞ്ച് സോപ്പ് ലായനി ചേർക്കുമ്പോൾ ലായനിയുടെ നിറം മഞ്ഞയാകുന്നതിന് കാരണം എന്താണ്? അത് ആൽക്കലി ആയി. അല്ലെ? സോപ്പ് ലായനി ചേർത്തപ്പോൾ തന്നെ എന്തായി? ആൽക്കലി ആയി. അല്ലെ? സോപ്പ് ലായനി എന്താണ്? ഒരു ആൽക്കലിയാണ്. മീഥൈൽ ഓറഞ്ച് എന്താണ്? ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താണ്? കളർ ചേഞ്ച് അവിടെ ഉണ്ടാകുന്നു. ഓക്കെ. 66. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ് ഒരു വസ്തുവിന്റെ ഭാരത്തിന്റെ യൂണിറ്റിന് സമാനമായ യൂണിറ്റ് ഉള്ളത്? ബലം, പ്രവൃത്തി, ഊർജം, മർദ്ദം. അല്ലെ? അപ്പൊ ഭാരത്തിന്റെ യൂണിറ്റ് സമാനമായ യൂണിറ്റ് എന്തിനാണ്? ഫോഴ്സിനാണ്. അല്ലെ? ഫോഴ്സിനാണ്, ബലത്തിനാണ് വരുന്നത്. അപ്പൊ 66ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ, ബലമാണ്. അടുത്തത് 67. മഴവില്ലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ വിശദീകരണം ഏത്? അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിലൂടെ സൂര്യപ്രകാശത്തിന്റെ റിഫ്രാക്ഷനും തുടർന്നുള്ള ആന്തരിക പ്രതിഫലനവും പ്രകീർണനവും, അന്തരീക്ഷത്തിലെ ജലത്തുള്ളികൾക്ക് ഇടയിലൂടെയുള്ള സൂര്യപ്രകാശത്തിന്റെ വിഭങ്കനം, അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളുടെ ഉപരിതലത്തിലുള്ള സൂര്യപ്രകാശത്തിന്റെ സമ്പൂർണ്ണ ആന്തരിക പ്രതിഫലനം, അന്തരീക്ഷം മൂലം സൂര്യപ്രകാശത്തിന് ഉണ്ടാകുന്ന വിസരണം. എന്താണ് മഴവില്ലിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ വിശദീകരണം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. അല്ലെ? അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിലൂടെയുള്ള സൂര്യപ്രകാശത്തിന്റെ റിഫ്രാക്ഷനും തുടർന്നുള്ള ആന്തരിക പ്രതിഫലനവും പ്രകീർണനവും ആണ്. ഓക്കെ. 67ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് 68. കടൽ കാറ്റുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഏത്? കരയ്ക്കും കടലിനും താപം ആഗിരണം ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. പകൽ സമയം കര സാവധാനമാണ് ചൂടാകുന്നത്. കടൽ ജലം പകൽ സമയത്ത് സാവധാനമാണ് ചൂടാവുന്നത്. കടലിൽ നിന്നും കരയിലേക്കുള്ള വായു പ്രവാഹമാണ് കടൽക്കാറ്റ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അല്ലെ? പകൽ സമയം കര സാവധാനമാണ് ചൂടാവുന്നത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 68ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 69. മറ്റൊരു വസ്തുവിലെ ചാർജിന്റെ സാന്നിധ്യം മൂലം ഒരു വസ്തുവിലെ ചാർജുകൾക്കുണ്ടാകുന്ന പുനഃക്രമീകരണത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ചാർജിങ്, ഡിസ്ചാർജിങ്, ഇൻഡക്ഷൻ, ന്യൂട്രലൈസേഷൻ. എന്ത് വരും ആൻസർ? ഓപ്ഷൻ സി, ഇൻഡക്ഷൻ ആണ്. അല്ലെ? 69ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇൻഡക്ഷൻ. അടുത്തത് 70. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് എല്ലായ്പ്പോഴും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു തവണ കറങ്ങുന്നത് പൂർത്തിയാക്കാൻ 27 1/3 ദിവസമെടുക്കും. ചന്ദ്രൻ അതിന്റെ അക്ഷത്തിന് ചുറ്റും ഒരു തവണ കറങ്ങാൻ 27 1/3 ദിവസം എടുക്കും. ചന്ദ്രൻ അതിന്റെ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്നതിന് 24 മണിക്കൂർ എടുക്കും. അപ്പൊ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അല്ലെ? ചന്ദ്രൻ അതിന്റെ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്നതിന് 24 മണിക്കൂർ എടുക്കും. അപ്പൊ 70ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 71. വ്യത്യസ്തമായതിനെ കണ്ടെത്തുക. അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസെക്, അർദ്ധായുസ്, പ്രകാശവർഷം.
അപ്പൊ നാലെന്തായിട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് 4 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അർദ്ധായുസ് ആണ് അല്ലെ. 71ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 72 എന്താണ്? ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രങ്ങളിൽ ഒരു വാഹനം പിയിൽ നിന്നും ആറിലേക്ക് ക്യൂവിലൂടെ യാത്ര ചെയ്യുന്നത് സൂചിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കും. ചിത്രം 1 പ്രകാരം യാത്ര ചെയ്ത ദൂരം ഈക്വൽ ടു ചിത്രം 2 പ്രകാരം യാത്ര ചെയ്ത ദൂരം. ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ഗ്രേറ്റർ ദാൻ ചിത്രം 2 പ്രകാരമുള്ള സ്ഥാനാന്തരം. ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ഈക്വൽ ടു ചിത്രം 2 പ്രകാരമുള്ള സ്ഥാനാന്തരം. മുകളിൽ പറഞ്ഞവയൊന്നും ശരിയല്ല. ഏതാണ് ശരിക്കും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ചിത്രം 2 ഈക്വൽ ടു 2 പ്രകാരം. ഒന്നാമത്തെ പിക്ചറിൽ നടന്ന സ്ഥാനാന്തരം അല്ലെ ഡിസ്പ്ലേസ്മെന്റും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ 72ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത് 73. Mg+2HCl gives MgCl2+H2+ heat എന്ന പ്രതിപ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയായത്. ഇതൊരു താപശോഷക പ്രവർത്തനമാണ്. ഇതൊരു ഊർജ ശോഷക പ്രവർത്തനമാണ്. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. ഈ പ്രതിപ്രവർത്തനത്തിന്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയില്ല. എന്തുവരും ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. അവിടെ എന്താണ്? ഹീറ്റ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. 73ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 74 ഒരു പ്രോബ്ലം ആണ്. 4 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു വസ്തു ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ 10 സെന്റിമീറ്റർ പൊക്കമുള്ള പ്രതിബിംബം ഉണ്ടാകുന്നെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഡാഷ് ആയിരിക്കും. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പൊ തന്നെ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻ എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എത്ര ആയിരിക്കും മാഗ്നിഫിക്കേഷൻ വരുന്നത്? 2.5 ആയിരിക്കും. 74ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 75. ഡാഷ് ആണ് ഏറ്റവും നന്നായി അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണ്ണമാണ് ഏറ്റവും നന്നായിട്ട് അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം. അതുകൊണ്ടാണ് പല രീതിയിലാക്കി നമുക്ക് അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ സ്വർണത്തിന്റെ എന്താണ് സിമ്പൽ എന്താണ്? AG ആണോ, AU ആണോ, AC ആണോ, AL ആണോ? AU ആണ് അല്ലെ. സ്വർണ്ണം ഓറം എന്നാണ് പറയുന്നത് അല്ലെ. ഗോൾഡിന് എന്താണ്? ഓറം എന്നാണ് പറയുന്നത്. അപ്പോൾ AU ആണ് അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ. 75ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്തത് 76. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് അവസ്ഥ പരിവർത്തനമാണ് ഉൽപ്പന്നം എന്നറിയപ്പെടുന്നത്? ഓക്കെ. വാതകം ദ്രാവകമാകുന്നത്, ദ്രാവകം വാതകമാകുന്നത്, ഖരം ദ്രാവകമാകുന്നത്, ഖരം വാതകമാകുന്നത്. അപ്പം ഇതില് ഉൽപ്പന്നം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഏത് അവസ്ഥാ പരിവർത്തനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. 4 മാത്രം. അതായത് ഖരം വാതകമാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പൊ 76ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 77 വീണ്ടും ഒരു പ്രോബ്ലം ആണ്. 165 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ 5 സെക്കൻഡ് കൊണ്ട് അത് നിലത്ത് തട്ടുന്നു. നിലത്ത് തട്ടുമ്പോൾ അതിന്റെ പ്രവേഗം 50 മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ത്വരണം ഡാഷ് ആയിരിക്കും. അപ്പൊ എന്താണ്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര വരും ആൻസർ? എത്ര വരും? 10 മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 77ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 78 തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കേൾക്കാനും ഉണ്ടാക്കാനും കഴിയുന്നു. അൾട്രാസോണിക് തരംഗങ്ങൾ സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നു. അൾട്രാസോണിക് തരംഗങ്ങൾക്ക് 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തി ഉണ്ട്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാവുന്നു ഇല്ല അല്ലെ. അതാണ് അവിടുത്തെ തെറ്റായ പ്രസ്താവന. 78ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 79. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നിട്ടുള്ള ലായനിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. പൂരിത ലായനി, അപൂരിത ലായനി, നേർപ്പിച്ച ലായനി, ഗാഠലായനി. എന്ത് പറയും? പൂരിത ലായനി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും അല്ലെ. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നിട്ടുള്ള ലായനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൂരിത ലായനി എന്ന് പറയുന്നത്. അപ്പൊ 79ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് 80ാമത്തെ ചോദ്യം. ജലം ഐസ് ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാസ് കുറയുന്നതിനാൽ സാന്ദ്രത കുറയുന്നു.
വ്യാപ്തം കുറയുന്നതിനാൽ സാന്ദ്രത കുറയുന്നു, വ്യാപ്തം കൂടുന്നതിനാൽ സാന്ദ്രത കൂടുന്നു, വ്യാപ്തം കൂടുന്നതിനാൽ സാന്ദ്രത കുറയുന്നു. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള? ജലം ഐസായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? വ്യാപ്തം കൂടുന്നതിനാൽ സാന്ദ്രത കുറയുന്നു. അപ്പൊ എന്താണ്? വോളിയം കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടേ. ഓക്കെ, അപ്പൊ 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 81. കിഡ്നിയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആന്റി ഡ്യൂററ്റിക് ഹോർമോൺ ADH, പിന്നെന്താണ്? ഇൻസുലിൻ, ഗ്ലൂക്കോൺ, തൈറോക്സിൻ. ഏതാണ് കിഡ്നിയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ? ഏതാണ്? ADH ആണ് അല്ലെ? ആന്റി ഡ്യൂററ്റിക് ഹോർമോൺ ADH ആണ് ആൻസർ വരുന്നത്. 81ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 82. അറിയാനുള്ള പഠനം ഊന്നി പറയുന്നത് എന്തിനെയാണ്? അടിസ്ഥാനപരമായ അറിവ് കെട്ടിപ്പടുക്കുകയും വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. വൈകാരികവും മാനസികവുമായ പ്രതിരോധ ശേഷി വികസിപ്പിക്കുക എന്നതാണ്. പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾക്കായി വിദ്യാർത്ഥികളെ തയ്യാറാക്കുക എന്നതാണ്. ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകണമെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്നതാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അറിയാനുള്ള പഠനത്തെ ഊന്നി പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായ അറിവ് കെട്ടിപ്പടുക്കുകയും വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 82ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 83. മനുഷ്യ രക്തത്തിന്റെ സാധാരണ pH പരിധി എത്രയാണ്? അത് pH പ്രധാനപ്പെട്ടതെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് വരുന്നത്? 7.35 to 7.45, 6.0 to 6.5, 6.5 to 7.0, 8.0 to 8.5. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ? 7.35 to 7.45 ആണ് മനുഷ്യന്റെ ബ്ലഡിന്റെ അല്ലെ, മനുഷ്യ രക്തത്തിന്റെ pH പരിധി എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5 കിങ്ഡം വർഗീകരണത്തിലെ 5 കിങ്ഡങ്ങളാണ്. ഏതൊക്കെയാണ് 5 കിങ്ഡങ്ങള്? അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ, മൊണീറ, ഫംഗി അല്ലെ? അപ്പൊ അത് 5 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? WH വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതിൽ എന്തൊക്കെയായിരുന്നു? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, അനിമേലിയ, പ്ലാന്റ് അല്ലെ? പ്ലാന്റ്, അനിമേലിയ, അങ്ങനെ 5 കിങ്ഡംസ് ആയിട്ട് എന്ത് ചെയ്തു? ആനിമൽസിനെ ഡിവൈഡ് ചെയ്തു. 84ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 85. സസ്യങ്ങളിൽ അതേ സസ്യത്തിലെ വിവിധ പൂവുകളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന പരാഗണം ഓട്ടോഗ്യാമി, ക്ലൈസ്റ്റോഗ്യാമി, സെനോഗ്യാമി, ഗൈറ്റനോഗ്യാമി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഗൈറ്റനോഗ്യാമി ആണ് അല്ലെ? അപ്പൊ സസ്യങ്ങളിൽ അതേ സസ്യത്തിലെ വിവിധ പൂവുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരാഗണം എന്ന് പറയുന്നത് എന്താണ്? അത് ഏതു തരം പോളിനേഷൻ ആണ്? ഗൈറ്റനോഗ്യാമിയാണ്. 85ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 86. ശാസ്ത്രീയ അന്വേഷണത്തിലുള്ള അനുമാനങ്ങൾ, നേരിട്ടുള്ള അളവുകളും ഡാറ്റയ്ക്കും അടിസ്ഥാനമായ നിഗമനങ്ങൾ, ശേഖരിച്ച ഡാറ്റയുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും, പരീക്ഷണത്തിനിടെ നടത്തിയ നിരീക്ഷണങ്ങൾ, പരീക്ഷണത്തിൽ നിയന്ത്രിക്കുന്ന വേരിയബിൾസ്. എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ? എന്താണ്? നേരിട്ടുള്ള അളവുകൾക്കും ഡാറ്റയ്ക്കും അടിസ്ഥാനമായ നിഗമനങ്ങൾ, അതിനെയാണ് നമ്മൾ ശാസ്ത്രീയ അന്വേഷണത്തിലുള്ള അനുമാനങ്ങൾ അല്ലെ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ? 86ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് 87. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ വൈഗോട്സ്കി നിർദ്ദേശിച്ച സ്കഫോൾഡിംഗ് എന്നാൽ എന്താണ്? മാർഗനിർദ്ദേശമില്ലാതെ വിദ്യാർത്ഥികളെ പൂർണ്ണമായും സ്വന്തമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക, സ്വതന്ത്രമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണ ഒഴിവാക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ നിലവാരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്, സ്വതന്ത്രമായി ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾക്ക് വേണ്ട പിന്തുണയും മാർഗനിർദ്ദേശവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. എന്താണ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? സ്വതന്ത്രമായി ചെയ്യാൻ കഴിയാത്ത പ്രവർത്തികൾക്ക് വേണ്ട പിന്തുണയും മാർഗനിർദ്ദേശവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. 87ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 88. സമന്വയത്തിനും സന്തുലിതാവസ്ഥയ്ക്കും ഉത്തരവാദിയായ മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, പിന്നീട് സെറിബെല്ലം, ഹൈപ്പോതലാമസ്. ഏതാണ് വരുന്ന ആൻസർ ആയിട്ട് വരുന്നത്? സമന്വയത്തിനും നമ്മുടെ എന്താണ് ബോഡി ബാലൻസിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലം ആണ് അല്ലെ? സെറിബെല്ലം. 88ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 89. ഒരു ഹൈപ്പർട്ടോണിക് ദ്രാവകത്തിലുള്ള കോശം ഏതാണ്?
അത്യധികം ദ്രാവകം അകത്ത് പ്രവേശിക്കുന്നതിനാൽ പൊട്ടിപ്പോകും. വെള്ളം അകത്ത് പ്രവേശിക്കുന്നതിനാൽ വീർക്കും. വെള്ളം നഷ്ടപ്പെടുന്നതിനാൽ ചുരുങ്ങും. സന്തുലിതാവസ്ഥ നിലനിർത്തും. എന്താണ് ഒരു ഹൈപ്പർട്ടോണിക് ദ്രാവകത്തിലുള്ള കോശത്തിന്റെ പ്രത്യേകത? വെള്ളം നഷ്ടപ്പെടുന്നതിനാൽ ചുരുങ്ങി വരും അല്ലെ? വെള്ളം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അത് ചുരുങ്ങി വരും. അപ്പൊ 89ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. സോറി, സി ആണ് കേട്ടോ. 89 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോൾജി അപ്പാരറ്റസിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? എന്താണ്? മാലിന്യങ്ങൾ വിഘടിപ്പിക്കുന്നത്, പ്രോട്ടീനുകളുടെ പാക്കേജിങ്ങും പരിഷ്കരണവും, ATP ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രോട്ടീനുകളുടെ സമന്വയം. എന്താണ് ഗോൾജി അപ്പാരറ്റസിന്റെ മെയിൻ എയിം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീനുകളുടെ പാക്കേജിങ്ങും പരിഷ്കരണമാണ് അല്ലെ? പ്രോട്ടീനുകളുടെ പാക്കേജിങ്ങും പരിഷ്കരണവും. അപ്പൊ 90ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ വെറുതെ ആൻസർ മാത്രം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന് ശേഷം പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ എത്തിയതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇറക്കുന്നതാണ്. അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവരും അവരവരുടെ മാർക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്